അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടിന് പിന്നിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള മറ്റൊരു കഥയാണ്. 2003 ഇറങ്ങിയ ഒരു സിനിമ. ആ സിനിമയ്ക്ക് പാട്ടൊരുക്കാനായി രവീന്ദ്ര മാസ്റ്റർ വന്ന സമയത്ത് സിനിമയുടെ സംവിധായകൻ ഒരു പ്രത്യേക ആവശ്യം അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. പഴയൊരു മലയാള സിനിമ ഗാനമുണ്ട്, നമുക്കൊക്കെ അറിയുന്ന പാട്ടാണ്. അതിൻ്റെ അതേ ചുവട് പിടിച്ച് ഓർക്കസ്ട്രേഷനൊക്കെ ഒന്ന് മാറ്റി അതേ ഒരു ഓർമ്മ തരുന്ന രീതിയിൽ വരികളൊക്കെ എഴുതി അങ്ങനെ ഒരു പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു പോലും. വയലാർ ശരചന്ദ്രവർമ്മയാണ് ആ പാട്ട് എഴുതിയത്. അദ്ദേഹം എഴുതിയ വരികൾ വെച്ച് ആ പഴയ മലയാളം പാട്ടിൻ്റെ ഈണത്തിൽ അത് പുറത്തു വന്നിരുന്നെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, കഞ്ചബാണനേഴും നള്ളും ഉള്ളിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും അണിയാൻ കാലമായില്ലേ. ആദ്യം അങ്ങനെ ഒരു ചർച്ച വന്നെങ്കിലും രവീന്ദ്ര മാസ്റ്ററെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കേണ്ടെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ തീരുമാനിക്കുകയായിരുന്നു. കാരണം മാസ്റ്റർ സംഗീത സാഗരമാകുന്ന മനസ്സിൽ ഇത്രയും സമ്പുഷ്ടമായ ഈണങ്ങളുള്ളപ്പോൾ എന്തിനാണ് വേറെ ആരോ ചെയ്തു വെച്ച ആ ഒരു ട്യൂണിൽ പാട്ടുണ്ടാക്കുന്നത് എന്നുള്ള യുക്തിപരമായൊരു തീരുമാനം അവരെടുത്തതിൻ്റെ പിന്നിൽ നമുക്ക് കിട്ടിയ മുത്ത് പോലുള്ള ഒരു പാട്ടാണ് എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ